നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം IPL ഇന്നലെ നടന്ന ത്രില്ലർ പോരാട്ടത്തിൽ ഒറ്റ റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദിനോട് തോറ്റത്. അനായാസ വിജയത്തിലേക്ക് എന്ന് തോന്നിച്ചെടുത്തു നിന്നാണ് മാസ്മരികമായ ബൗളിംഗ് പ്രകടനവുമായിട്ട് SRH കളി പിടിച്ചെടുത്തത്. ഈ കളി തോറ്റതിന് ശേഷം സഞ്ജു സാംസൺ ചില കാര്യങ്ങൾ പറയുന്നത് IPL ഇതാണ്, മാർജിൻ ഫോർ എറർ എന്ന് പറയുന്നത് IPL വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി മത്സരം വിജയിച്ചു കഴിഞ്ഞെങ്കിലേ വിജയിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. എപ്പോഴും വേണമെങ്കിലും ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ടാവാം. സഞ്ജു ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്, പക്ഷേ കുറച്ച് ക്ലോസ് ഗെയിംസ് ഞങ്ങൾ ഇത്തവണ കളിച്ചു. അതിൽ 1-2 വിജയിച്ചു, ഇപ്പം 1 പരാജയപ്പെട്ടു. SRHന്റെ ബൗളേഴ്സിന് എല്ലാ ക്രെഡിറ്റും നൽകുകയാണ്. അവസാനം വരെ 10 per over എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് പോകണമായിരുന്നു. മാർജിൻ ഫോർ എറർ എന്ന് പറയുന്ന IPL വളരെ കുറവാണ്. എന്തായാലും SRHന് ക്രെഡിറ്റ് നൽകുകയാണ്. IPLന്റെ നേച്ചർ അറിയാവുന്നത് കൊണ്ട് യു നെവർ വിൻ ദി ഗെയിം അണ്ടിൽ യു ആക്ച്വലി വിൻ ദി ഗെയിം. ആ മത്സരം വിജയിച്ചു എന്ന് ഉറപ്പാവുന്നതുവരെ നിങ്ങൾ വിജയിച്ചിട്ടില്ല. അതാണ് IPLന്റെ ഒരു സ്വഭാവം. അവസാന ബോൾ വരെ മത്സരം വിജയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും പിന്നീട് അദ്ദേഹം വീണ്ടും പറയുന്നു, വളരെ ടഫായിരുന്നു ന്യൂ ബോൾ കൊണ്ട് ബാറ്റ് ചെയ്യാൻ. അദ്ദേഹവും ജോസ് ബട്ട്ലറൊക്കെ ഡക്കാവുകയായിരുന്നു. അതിനെക്കുറിച്ച് കൂടി പറയുകയാണ്. ന്യൂ ബോൾ വരുന്ന സമയത്ത് ബാറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളും നല്ല രൂപത്തിൽ തന്നെയാണ് പവർ പ്ലേയിൽ ബൗൾ ചെയ്തത്. ദെൻ ബോൾ ഓൾഡ് ആവുന്ന ഘട്ടത്തിൽ ബാറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് മാറി. അത് അവരും നല്ല രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്യുകയുണ്ടായി. പിന്നെ ജയ്സ്വാളും പരാഗും യങ്സ്റ്റേഴ്സിന് നമ്മൾ 2 യങ്സ്റ്റേഴ്സിന് നമ്മൾ എല്ലാ ക്രെഡിറ്റും കൊടുക്കണം. അവര് ഇന്നിങ്സ് നല്ല രൂപത്തിൽ നോക്കി മുന്നോട്ട് കൊണ്ടുപോയി. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എന്തായാലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ചില ശ്രമങ്ങളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. എന്തായാലും അവർ നല്ല രൂപത്തിൽ തന്നെയാണ് കളിച്ചത് എന്നാണ് ഇപ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞത്. എന്തായാലും ആ താരങ്ങൾ ഔട്ടായതോടുകൂടി കളി മാറുകയായിരുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അടിക്കാനുള്ള അവസരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് താരങ്ങൾ പോകും. അത് സ്വാഭാവികമാണ്. സ്ട്രാറ്റജിക് ടൈം ഔട്ടിന്റെ സമയത്ത് സഞ്ജു ജയ്സ്വാളിനോടൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നത് കാണാമായിരുന്നു. ആ സമയത്ത് കമന്റേറ്റേഴ്സ് വിശദീകരിച്ചത് അവിടെ നിൽക്കുക, എതിരാളികൾക്ക് തിരികെ വരാനുള്ള അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് എന്നായിരുന്നു. അത് തന്നെയായിരിക്കണം സഞ്ജു അവരോട് കൺവേ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്ട്രാറ്റജിക് ടൈം ഔട്ടിന് തൊട്ടു പിന്നാലെ ജയ്സ്വാൾ ആ സ്കൂപ്പിന് പോയി വിക്കറ്റ് ആവുകയാണ് ചെയ്തത്. പിന്നെ എത്രയൊരു അടിച്ച് പറത്താവുന്ന ഒരു പന്ത്, പാറ്റ് കമ്മിൻസിന്റെ ഒരു പന്ത്, അത് ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഒരല്പം ഹാർഡായിട്ട് ഹിറ്റ് ചെയ്തു എന്ന് വേണം കരുതാൻ. അത് നല്ല രൂപത്തിൽ കണക്ട് ചെയ്യാൻ കഴിയാതെ പോയി പരാഗിന്. അതോടുകൂടി SRH കളിയിൽ പിടിമുറുക്കുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.